കേരള കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 45ാമത് കേരള സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജനുവരി 24, 25, 26 തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. ജനുവരി 24-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായി എസ് രഘുകുമാർ അധ്യക്ഷത വഹിക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ നിർവഹിക്കും. ബഹുമാനപ്പെട്ട MLA കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. കേരള കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന സെൻസൈ P. ചന്ദ്രശേഖര പണിക്കർ സ്വാഗതം ആശംസിക്കും. കേരള കരാട്ടെ അസോസിയേഷൻ ടെക്നിക്കൽ ഡയറക്ടർ സെൻസൈ നീൽ മോസസ് മുഖ്യ അതിഥിയായിരിക്കും. തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് SS സുധീർ, സംഘാടക സമിതി ചെയർമാനും കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ സെൻസൈ R. സുരാജ്, കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷറർ സെൻസൈ PP. വിജയകുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തും. മത്സരങ്ങളുടെ ഉദ്ഘാടനം കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ നിർവഹിക്കും. സംഘാടക സമിതി കൺവീനറും തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറിയുമായ സെൻസൈ സമ്പത്ത് V. കൃതജ്ഞത രേഖപ്പെടുത്തും. ഇതിനോടനുബന്ധിച്ച് ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് S. രഘുകുമാർ, കേരള കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി P. ചന്ദ്രശേഖര പണിക്കർ, കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് R. സുരാജ്, തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി സമ്പത്ത് V, തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ ഭാരവാഹികളായ ബിജുകുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന കരാട്ടെ അസോസിയേഷന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ അതിൻ്റെ പ്രസിഡന്റാണ് S. രഘുകുമാർ. വല സൈഡിലിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ഇൻചാർജ് ചന്ദ്രശേഖര പണിക്കർ. ലെഫ്റ്റ് സൈഡിലുള്ളത് കേരള കരാട്ടെ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ പ്രസിഡന്റും കൂടിയായ ശ്രീ സുരാജ്. തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയാണ് വല സൈഡിലിരിക്കുന്നത് സെൻസൈ സമ്പത്ത്. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ ബിജുകുമാർ തിരുവനന്തപുരം ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ ഭാരവാഹിയാണ്. ശ്രീ രാധാകൃഷ്ണൻ നമ്മുടെ ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ ഭാരവാഹിയാണ്. നിങ്ങളെ അഭിമുഖീകരിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. സംസ്ഥാന കരാട്ടെ അസോസിയേഷന്റെ 45ാമത് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഈ ജനുവരി മാസം 24, 25, 26 തീയതികളിൽ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ഇതിനൊരു പ്രാധാന്യം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും കേരള ഒളിമ്പിക് അസോസിയേഷനും അംഗീകരിച്ചിട്ടുള്ള കേരളത്തിലെ ഏക കരാട്ടെ സംഘടനയാണ് കേരള കരാട്ടെ അസോസിയേഷൻ. ഇത് രൂപീകൃതമായത് 1978-ലാണ്. 46 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ഞങ്ങളിപ്പോൾ നടത്തുന്നത് 45ാമത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ 14 ജില്ലകളിൽ പരിപൂർണമായി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ഒളിമ്പിക് അസോസിയേഷന്റെ അംഗീകാരത്തോടുകൂടി ചാമ്പ്യൻഷിപ്പുകൾ നടത്തി അതിൽ നിന്നും വിജയിച്ചു വരുന്ന വ്യക്തികൾ മാത്രം ഒരു ഇവന്റിന് 2 പേര്, 134 ഇവന്റ് ഉണ്ട്, ഒരു ഇവന്റിന് 2 പേരെ വെച്ച് മാത്രം സെലക്ട് ചെയ്ത് നടത്തുന്ന ടൂർണമെന്റാണിത്. കഴിഞ്ഞ 3 മാസമായിട്ട് ഇതിന്റെ പ്രൊസീജിയറായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പോടുകൂടി അതിന്റെ പരിസമാപ്തിയിലേക്ക് വരികയാണ്. നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ഏകദേശം 2100ഓളം എൻട്രികൾ 3 ദിവസമായിട്ട് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ്. 100ഓളം ഒഫീഷ്യൽസ് വരുന്നു, 14 ജില്ലയിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് വരുന്നു. ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA ആണ്. ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് കേരള കരാട്ടെ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീ നീൽ മോസസ് ആണ്. അതേപോലെ തന്നെ ടൂർണമെന്റ് ബൗട്ടുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ B. സുനിൽകുമാറാണ്. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് സുധീർ പങ്കെടുക്കുന്നുണ്ട്. കേരള കരാട്ടെ അസോസിയേഷന്റെ വിവിധ ഭാരവാഹികൾ പങ്കെടുക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം വിശദമായ വിവരങ്ങൾ ഞങ്ങൾ ആ ബ്രോഷറിലും തന്ന റൈറ്റപ്പിലും കൂടി എത്തിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഇവൻ്റ് ആയതുകൊണ്ട്, പ്രധാനപ്പെട്ട ഇവൻ്റ് എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഏറ്റവും കൂടുതൽ സ്കൂൾ തലത്തിൽ, വിദ്യാഭ്യാസ തലത്തിൽ സ്കൂളിലും പ്ലസ് ടുവിലും പഠിക്കുന്ന കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അവർക്ക് ഇതിനുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട്, ഗ്രേസ് മാർക്കുണ്ട്, അഡ്മിഷന് പ്രയോജനം കിട്ടും, ജോലിക്ക് സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഒളിമ്പിക് സ്പോർട്സിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും, അതായത് സ്പോർട്സ് കൗൺസിൽ അംഗീകൃതം ഏത് സ്പോർട്സ് സംഘടനയ്ക്കും കിട്ടുന്ന ആനുകൂല്യങ്ങൾ കരാട്ടയ്ക്കും ലഭ്യമാണ്. അപ്പോൾ ഔദ്യോഗിക സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നടത്തുന്ന ഈ സംരംഭത്തിന് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു വളരെ പ്രത്യേകതയുള്ള, കരാട്ടെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ഇവൻ്റാണ്. ഞാനത് രണ്ട് രീതിയിലാണത് പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്ന്, വളരെ അധികം വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, കരാട്ടയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ട്രിവാൻഡ്രത്ത് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഒട്ടേറെ പാരലൽ സംഘടനകൾ ഉള്ള ഒരു മേഖലയാണ് ഈ കരാട്ടെ. ഒരുപാട് സംഘടനകൾ അംഗീകൃതമെന്ന് വരുത്തി തീർത്തുകൊണ്ട് ധാരാളം മത്സരങ്ങൾ നടത്തുകയും കുട്ടികളെ കബളിപ്പിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യത്തിലും കൂടെയാണ് ഈ പത്രസമ്മേളനത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യം വരുന്നത്. അംഗീകൃതമായ കരാട്ടയുടെ ഒഫീഷ്യൽ ടൂർണമെന്റ് ഏതാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അതുകൂടി അതിനാൽ തന്നെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. താങ്ക് യു.